പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 19-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവം വ്യാജം പറയുവാൻ മനുഷ്യനല്ല, അനുദപിപ്പാൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യർ അവിശ്വസ്തരായാലും എന്നും കൂടെ ഇരിക്കാം, എല്ലാം അങ്ങ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞവർ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോയാലും ഭാരപ്പെടരുത് കേട്ടോ. അങ്ങനെ ചില പണി കിട്ടിയിട്ടിരിക്കുകയല്ലേ, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ എന്ന് ചിന്തിച്ചാകെ അതിൻ്റെ ഷോക്കിലല്ലേ. കഴിഞ്ഞ നാളുകളിൽ കൂടെ നിൽക്കാം വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞവർ ഇന്നൊന്ന് വന്ന് അന്വേഷിക്കാൻ പോലും ഇല്ല അല്ലേ. അതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. മനുഷ്യ സഹജ സ്വഭാവം അതൊക്കെ. അവർ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മനുഷ്യരിലൊന്നും ആശ്രയം വെക്കരുത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ഒരിക്കലും മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനിൽ ആശ്രയം വെക്കരുത്. അവർ മാറിയേക്കാം, അവരുടെ സ്വഭാവങ്ങൾക്കും അവരുടെ രീതികൾക്കുമൊക്കെ മാറ്റം വന്നേക്കാം. അത് കണ്ട് വേദനിച്ച് മുറിയുവാൻ ഇടവരാതെ കർത്താവിൽ ആശ്രയം വെച്ചേ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾക്ക് മാറ്റമില്ല. ഇവിടെ എന്താ പറയുന്നത്? ഭോഷ്ക് പറയുവാൻ ദൈവം മനുഷ്യനല്ല. അതെ, ദൈവം കള്ളം പറയത്തില്ല. അവിടുന്ന് ലോക അവസാനത്തോളം ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും കൂടെയിരിക്കും. ആ ദൈവ സാന്നിധ്യം നാം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നമ്മളുടെ തൊട്ടരികിലുള്ള സാന്നിധ്യത്തെ എല്ലായ്പ്പോഴും തിരിച്ചറിയുക ദൈവ പൈതലേ. ഇന്ന് ഭാരപ്പെടരുത് കേട്ടോ. ആരെങ്കിലും നിങ്ങളെ ചതിച്ചു എന്ന് കരുതി കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് പ്രതികൂലമാകത്തില്ല. ആരെങ്കിലും നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചു എന്ന് കരുതി ദൈവം നിങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയത്തില്ല. ദൈവം മനുഷ്യനല്ല. ദൈവത്തെ ദൈവമാക്കുന്നത് എന്താ? 1, തൻ്റെ വിശുദ്ധി. 2, താനൊരു വാക്ക് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പറയട്ടെ, നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ സമാധാനത്താൽ നിറയുക. ഇപ്പോൾ നിങ്ങൾ ധൈര്യത്താൽ നിറയുക. മറ്റുള്ളവർ വേദനിപ്പിച്ച വേദനകളൊക്കെ മറന്ന്, വാഗ്ദാനങ്ങളൊക്കെ മറന്നുപോയി, മനുഷ്യർ നിങ്ങളെ വിട്ടുകളഞ്ഞത് മറന്ന്, അതൊക്കെ വിട്ടുകളഞ്ഞ് കർത്താവായ യേശുവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിങ്ങളുടെ അരികിലുണ്ട്. അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ലോകവും ലോകത്തിലുള്ളതെല്ലാം മാറിപ്പോയാലും ദൈവ സാന്നിധ്യം നിങ്ങളെ വിട്ടുപിരിയാതെ കൂടെയിരിക്കും. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങ് വിശ്വസ്തനാ. അങ്ങേപ്പോലെ മറ്റാരുമില്ല. മനുഷ്യർ വാക്കുകൾ മാറ്റി പറഞ്ഞാലും അങ്ങയുടെ വാക്കുകൾക്ക് മാറ്റമില്ല. അങ്ങ് ഒരിക്കലും കള്ളം പറയത്തില്ല. അങ്ങ് ഞങ്ങളുടെ നാഥനാ. അങ്ങ് ഞങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥനാ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നാഥ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഉള്ളു വേദനിച്ചിരിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. അവിടുന്ന് വിശ്വസ്തനാണെന്നുള്ള ബോധ്യം, ഉറപ്പ് അങ്ങയുടെ മക്കൾക്ക് അവിടുന്ന് കൊടുക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ അനുഗ്രഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനാകുന്നു. വീണ്ടും വീണ്ടും പറഞ്ഞേ, എൻ്റെ ദൈവം, എൻ്റെ ജീവൻ്റെ ഉടമസ്ഥൻ, എന്നെ പേര് ചൊല്ലി വിളിച്ചവൻ, അവിടുന്ന് വിശ്വസ്തനാവുന്നു. ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. അവിടത്തേക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. ബ്ലെസ് യു.